ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ഡൽഹിയുടെ തെരുവിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. അദ്ദേഹം പോലീസ് കസ്റ്റഡിയിലാണ്. राहुल गांधी के मुंह से खून निकल रहा है। राहुल गांधी के नाक से खून निकल रहा രാജ്യത്തിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ അതിക്രൂരമായിട്ടാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത് സമരമുഖത്ത് നിന്ന് നീക്കിയത്. सर लग जाएगा ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയുടെ മകൻ, പ്രധാനമന്ത്രിമാരുടെ ചെറുമകൻ രാഹുൽ ഗാന്ധി എവിടെയെന്ന് കഴിഞ്ഞ 2 ആഴ്ചയായി എല്ലാവരും ചോദിച്ചിരുന്ന അതേ രാഹുൽ ഗാന്ധി ഇന്ന് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നിവർന്നങ്ങട് നിന്നു. ആ നിന്ന നിൽപ്പിൽ കേവലം ഒരു ഷോ ആയിരിക്കുമെന്ന് മാത്രം കരുതി നോക്കി നിന്ന പോലീസിന് മുന്നിൽ 4 മണിക്കൂർ കഴിഞ്ഞിട്ടും പിന്മാറാൻ ഉദ്ദേശമില്ലാത്ത, എന്ത് ത്യാഗവും എന്ത് റിസ്ക്കും ഏതുവരെയും പോയി എടുക്കാൻ തനിക്ക് ഭയമില്ലെന്ന് ഉറക്കെ കാണിക്കും രീതിയിൽ നിന്ന ആ ഒരു നിൽപ്പിൽ ഏറ്റവും ഒടുവിൽ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ അറസ്റ്റ് ചെയ്ത് ഡൽഹിയുടെ തെരുവിൽ വലിച്ചിഴക്കേണ്ടി വന്നു വാഹനത്തിനകത്ത് കയറ്റാൻ. അദ്ദേഹത്തിൻ്റെ മുഖത്ത് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വാർത്തകൾ പറയുന്നത്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടും CBSEയുമായി ബന്ധപ്പെട്ടുണ്ടായ പരീക്ഷാ അട്ടിമറികളെ തുടർന്നുള്ള പ്രതിഷേധമാണ് അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ചായി മാറിയതും ആ മാർച്ച് കുത്തിയിരിപ്പിലേക്കെത്തിയതും. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോടൊപ്പം പ്രിയങ്ക ഗാന്ധിയും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും അതുപോലെ തന്നെ AICCയുടെ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയും ഒക്കെ നിരന്നപ്പോൾ പിന്നീട് അവിടെ കണ്ടത് MPമാരുടെയും ജനപ്രതിനിധികളുടെയും സർവ്വസാന്നിധ്യം ഉറപ്പിച്ചുള്ള ഒരു കുത്തിയിരിപ്പായിരുന്നു. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശനും അടക്കമുള്ള മന്ത്രിമാരും MPമാരും അടങ്ങുന്ന വലിയൊരു നിര ആ തെരുവിൽ കുത്തിയിരുന്നു. അവർക്ക് അവരുന്നയിക്കുന്ന വിഷയത്തെ കേവലമായ രാഷ്ട്രീയമായോ സ്ഥിരം ഉപയോഗിക്കുന്നത് പോലെ വിധ്വംസക പ്രവർത്തകമായോ ഒന്നും ഉപയോഗിക്കാനാകാത്തതുകൊണ്ട് സഹമന്ത്രിയെയും സെക്രട്ടറിമാരെയും ഒക്കെ വിട്ട് അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങി. അനുനയമല്ല, നടപടിയാണ് ആവശ്യമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നിലപാട്. കൈകൾ ബന്ധിച്ച് അവിടെ ഇരുന്നവരെ ഏതു തരത്തിലും നീക്കിയില്ലെങ്കിൽ ഡൽഹിയിലെ തെരുവീതികളിൽ ആൾക്കൂട്ടം ആരവമായി എത്തുമെന്ന് ആ വിഷയത്തെക്കുറിച്ച് അറിയാവുന്ന BJPയിലെയും ഗവൺമെൻറ്റിലെയും ബുദ്ധിമാന്മാരായ ആളുകൾക്കറിയാം. കാരണം ഈ വിഷയം ഒരു ഫെൽറ്റ് നീഡാണ്, ഒരു റിയൽ നീഡാണ്. അതായത് ഇന്ന് +2ഉം നീറ്റും പരീക്ഷ എഴുതുന്ന കുടുംബങ്ങൾക്ക് 100% ബോധ്യമുള്ള ആവശ്യമാണിത്. 17ഓളം കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. 100 കണക്കിന് കുട്ടികൾ മാനസികമായി തകർന്നു പോയിട്ടുണ്ട്. ഒരു പരീക്ഷയിൽ നല്ല രീതിയിൽ എഴുതി വീട്ടിലേക്കെത്തുമ്പോൾ അത് റദ്ദാക്കപ്പെട്ടു എന്ന് പറയുന്നിടത്ത് സർവ്വനാടിയും സ്തംഭിക്കുകയാണ്. ഓർക്കണം, വികലാംഗ കോട്ടയിൽ അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി സ്വന്തം കാല് മുറിച്ചു കളഞ്ഞ അത്രയും ആഗ്രഹം കുട്ടികളിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരു പരീക്ഷയ്ക്കിടയിലാണ് പരീക്ഷാ പേപ്പർ ചോർച്ച തുടർക്കഥയാകുന്നത്. അത്തരമൊരു രാജ്യം മുഴുവൻ ബാധിക്കുന്ന വിഷയം. CBSEയുമായി ബന്ധപ്പെട്ട പരീക്ഷാ പേപ്പറുകൾ അധ്യാപകരാണ് നോക്കിക്കൊണ്ടിരുന്നത്. അത് നോക്കുന്നതിന് അവർ നോക്കിയാൽ തന്നെ ചില കുറവുകളും മറ്റുമൊക്കെ ഉണ്ടാകുമ്പോഴാണ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്ന പേരിൽ ഒരു സംവിധാനത്തിലേക്ക് ഇതിനെ എടുത്തിട്ട് സർവ്വ വിഷയങ്ങളും അടിമുടി കുഴച്ചു. അത്തരമൊരു ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമുണ്ടാകുമ്പോൾ ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത്? അതിന് ചുമതലയുള്ള മന്ത്രിയെങ്കിലും കുറഞ്ഞ പക്ഷം
ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നതിന് പകരം അതിനെയെല്ലാം ഡിഫെൻഡ് ചെയ്യുകയും മൗനം കൊണ്ട് പ്രതിരോധിക്കുകയുമാണ് ചെയ്തത്. ഒടുവിൽ ചെറുപ്പക്കാർ കോക്രോച്ച് ജനതാ പാർട്ടിയായി തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ അതിനെ മറ്റൊരു രീതിയിൽ കണ്ടു. കോക്രോച്ച് ജനതാ പാർട്ടിക്ക് എന്താള്, എന്താരവം, അവർക്കെന്ത് യോഗ്യതയെന്നായി ചോദ്യം. വിഷയത്തിൻ്റെ മെറിറ്റിലേക്ക് നോക്കുന്നതിന് പകരം മറ്റു പല അനുബന്ധ സംഗതികളിലേക്ക് നോക്കി. ഒടുവിൽ പ്രതിപക്ഷം തന്നെ നേരിട്ടത് ഏറ്റെടുക്കേണ്ടി വന്ന സ്ഥിതി വന്നു. അവിടെയാണ് രാഹുൽ ഗാന്ധി തന്നെ ജന്തർ മന്ദർ റോഡിലെ തിരക്കേറിയ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് എത്തിയത്. അതീവ സുരക്ഷാ മേഖലയിലേക്ക് എത്തിയ അവരെ തടഞ്ഞുവെങ്കിലും പിരിഞ്ഞു പോകാതെ അവിടെ ഇരുന്നു. ഇത് ജനങ്ങൾ വികാരഭരിതരായി നിൽക്കുന്ന, അവരെ ബാധിക്കുന്ന ഒരു വിഷയത്തിന് മേലുള്ള ഒരു വലിയ പ്രതിഷേധത്തിൻ്റെ തുടക്കമാണ്. കേവലം ചുമന്നു മാറ്റിയതുകൊണ്ടോ വലിച്ചഴിച്ചതുകൊണ്ടോ അവസാനിക്കാത്തൊരു വിഷയം. ഇത് അതിൻ്റെ ഗൗരവത്തിൽ പരിഹരിച്ചില്ലെങ്കിൽ ഇതിൻ്റെ മാനവും ആഴവും എത്രയാണെന്ന് ഭരിക്കുന്നവർ നന്നായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയം. ഏതായാലും രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവും അതുപോലെ മുതിർന്ന നേതാക്കളും അടങ്ങുന്നവരെല്ലാം ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അറസ്റ്റിലാക്കി അവർ ജയിലിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതവർക്കറിയാം, ഇതിൻ്റെ 10 മടങ്ങ് ശക്തി പോലെ മനുഷ്യർ തെരുവുകളിൽ സമരാഗ്നിയുടെ തീപ്പന്തമായി മാറുന്ന ഒരു ഇന്ത്യ ഉണ്ട് എന്ന് അറിയാം. അത്തരമൊരു പോരാട്ടത്തിൻ്റെ ജനിതക ഘടന വർഷങ്ങളായി ഉള്ളിൽ പേറുന്നവരാണ് ഭാരതീയർ. പൂർവികന്മാർ അതേ സംഗതിയുടെ അതേ ജ്വാലയോടെയാണ് സ്വാതന്ത്ര്യവും പിടിച്ചു വാങ്ങിയത്.